ദൈവനാമത്തപ്പെടട്ടെ. എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സദൃശവാക്യങ്ങൾ 11:28 ഇങ്ങനെ വായിക്കുന്നു: തന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും, നീതിമാന്മാരോ പച്ചയില പോലെ തഴയ്ക്കും. കർത്താവിന്റെ വചനം പറയുന്നു, സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴുമെന്ന്. നീതിമാന്മാർ, ഈ യഹോവയിൽ ആശ്രയിച്ചിരിക്കുന്ന നീതിമാന്മാർ തഴയ്ക്കുമെന്ന കർത്താവിന്റെ വചനം പറയുന്നത്. അതെ, നമുക്ക് സമ്പത്തിനെയും ദൈവത്തെ ഒരുപോലെ ആശ്രയിക്കുവാൻ സാധിക്കത്തില്ല. ഇവ രണ്ടിലേതെങ്കിലും ഒന്നിനെ മാത്രമേ സാധിക്കത്തുള്ളൂ. ഒന്നുകിൽ മാമോൻ അല്ലെങ്കിൽ ദൈവം. അതെ, ഒന്നുകിൽ സമ്പത്ത് അല്ലെങ്കിൽ ദൈവം. കർത്താവിന്റെ വചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6:24 ഇങ്ങനെ വായിക്കുന്നു: രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ കഴിയുകയില്ല. കർത്താവിന്റെ വചനം പറയുന്നു, രണ്ട് യജമാനന്മാരെ ഒരുപോലെ സേവിക്കുവാൻ സാധിക്കത്തില്ല. ഒന്നുകിൽ മാമോൻ അല്ലെങ്കിൽ ദൈവം, ഒന്നുകിൽ സമ്പത്ത് അല്ലെങ്കിൽ ദൈവം എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ഇന്ന് പകലിൽ നമ്മുടെ ഫോക്കസ് ഏതിലാണ്? എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നമ്മുടെ ഫോക്കസ് സമ്പത്തിലാണ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലാണ്, ലോകപ്രകാരമുള്ള നമ്മുടെ സമ്പത്തിലാണെങ്കിൽ ഇന്ന് പകലിൽ നമ്മുടെ ഫോക്കസ് ചേഞ്ച് ആവണം. ദൈവത്തിലേക്ക് പൂർണ്ണമായി സമ്പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കണം. അങ്ങനെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ സിദ്ധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പകുതി വഴിയിൽ പട്ടുപോകും, വീണുപോകും. സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ, തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീണുപോകുമെന്നാണ് കർത്താവിന്റെ വചനത്തിലുള്ളത്. നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ തഴയ്ക്കണമോ? യേശുവിൽ കംപ്ലീറ്റായി ആശ്രയിക്കണം. അതെ, നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചാട്ടെ. നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ വേണ്ടിയിട്ടാണ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഈ ലോകപ്രകാരം ഉള്ള ജീവിതം നയിച്ച് സമ്പത്തിൽ ആശ്രയിച്ച് ഈ ഭൂപരപ്പിൽ ഉള്ള നന്മകൾ പ്രാപിച്ച് അങ്ങനെ തന്നെ പട്ടുവാനല്ല. ഇത് കഴിഞ്ഞൊരു നിത്യതയുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ ഫോക്കസ് ചേഞ്ച് ആവണം. സമ്പത്തിൽ മാത്രം ആശ്രയിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വീണുപോകും. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതും അവൻ തരുമെന്നേ. നമുക്ക് വേണ്ടിയതെല്ലാം എൻ്റെ യേശുപ്പൻ തരും. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം സങ്കീർത്തനം 1 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണ്. അറ്റിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. സമ്പത്തിൽ ആശ്രയിച്ചെങ്കിൽ എന്തു സാധിക്കും? വീണുപോകും. യഹോവയിൽ ആശ്രയിക്കുന്നവർ വിളിക്കുന്ന പേരെന്താ? ഭാഗ്യവാൻ. അവൻ നട്ടിരിക്കുന്നത് പോലെ ഫലം കായ്ക്കുമെന്നേ. ആ വൃക്ഷം പോലെ ഫലം കായ്ച്ചിരിക്കും. നിങ്ങൾക്ക് ഫലം കായ്ക്കണമോ? യഹോവയിൽ ആശ്രയിച്ചാട്ടെ. നിങ്ങൾക്ക് തഴയ്ക്കണമോ? യഹോവയിൽ ആശ്രയിച്ചാട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പകലിൽ ഞങ്ങളുടെ ഫോക്കസ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം ചേഞ്ച് ചെയ്യണമേ. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആശ്രയം എന്തിലെന്ന് സ്വർഗത്തിലെ ദൈവമേ, ഈ വചനത്തിൽ കൂടി സ്വർഗത്തിലെ ആത്മാവ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായിട്ട് നന്ദി. കർത്താവെ, ഞങ്ങളുടെ ഫോക്കസിനെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ ചേഞ്ച് ചെയ്തതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി. സകലമാനുമോത്വം കർത്താവിന്. ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ഏവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.